കന്യകയെ ഉത്തമന് നൽകണം എന്നതാണ് ഇന്നത്തെ വിഷയം. ഉത്തമയായ കന്യകയെ ഉത്തമന് നൽകണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പുത്തൻ തലമുറ പുച്ഛിക്കും. പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉത്തമനായ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. ലോക ജീവിതത്തിലെ ഏറ്റവും നല്ല തലമുറയെ വാർത്തെടുക്കുകയായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യവും. വധുവിൻ്റെ പിതാവ് നവവരൻ്റെ വലതുകൈയിൽ മകളുടെ വലതുകരം ചേർത്ത് വെച്ച് ഇനി മുതൽ ഇവളുടെ രക്ഷ നിന്റെ കയ്യിൽ എന്ന് കൽപ്പിച്ച് ആശീർവദിക്കുന്ന ചടങ്ങിനെ കന്യാദാനം എന്നാണ് പറഞ്ഞു വരുന്നത്. പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് വധുവിൻ്റെ സഹോദരനും ഈ ചടങ്ങ് അനുഷ്ഠിക്കാവുന്നതാണ്. പുത്രിയുടെ കടമ പിതാവിനോട് നീതി പുലർത്തുകയാണ്. വിവാഹ സമയം വരെ കന്യകാത്വം പരിരക്ഷിക്കപ്പെടുകയും വിവാഹത്തിന് ശേഷമാകട്ടെ പാതിവ്യത്യം കാത്തു സൂക്ഷിക്കുകയുമാണ് ഏറ്റവും വലിയ സ്ത്രീധർമ്മം. അത്തരം ധന്യ സ്ത്രീകൾക്ക് ജന്മം നൽകിയാൽ കന്യാദാനത്തിനുള്ള സ്ഥാനം ഇന്നും പ്രസക്തം തന്നെയാണ്. പക്ഷേ ആധുനിക വിദ്യാഭ്യാസ രീതിയും മനസ്സുകളുടെ സ്വയം കണ്ടെത്തലുമൊക്കെ കാരണം കന്യകാത്വത്തിനും പാതിവ്രത്യത്തിനുമൊക്കെ ഭംഗം വന്നിരിക്കുന്നതായാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്നാൽ ബാഹ്യമോടിയിൽ വിശ്വസിച്ച് കഴിയുന്ന പുത്തൻ തലമുറ പലപ്പോഴും പേരിനാൽ കന്യകാത്വം എന്ന പദം ഉപയോഗിച്ചു വരുന്നുണ്ട്. ആധുനിക ശാസ്ത്രം അനുസരിച്ച് പിതാവിൻ്റെ അംശം തന്നെയാണ് മക്കളിലും കാണപ്പെടുന്നത്. ലോകോപകാരവും ധർമാനുഷ്ഠാനവും ലക്ഷ്യമാക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നല്ല ബന്ധം ആവശ്യമാണെന്നത് ശാസ്ത്രവും അംഗീകരിക്കുന്നു. അതിനാൽ സങ്കല്പശുദ്ധിയും കർമ്മശക്തിയും ഒത്തിണങ്ങിയ വ്യക്തിത്വങ്ങളെയാണ് തമ്മിൽ ചേർക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പഴയ തലമുറ കന്യാദാനത്തിന് പവിത്രത നൽകി ആദരിച്ചിരുന്നത്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വരാം.